8 नवंबर 2016 की रात्रि को 12 बजे से वर्तमान में जारी 500 रुपए और 1000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗത്തിൽ നിന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. നോട്ട്സ് ഓഫ് ₹5,000, ₹10,000 ഡിനോമിനേഷൻ were demonetized in the year. Options 1978, 1977, 1998, 2016. ഡിമോണിറ്റൈസേഷൻ എന്നാൽ നോട്ട് നിരോധനം. കറൻസിയുടെ ലീഗൽ ടെൻഡർ സ്റ്റാറ്റസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണത്. ഇന്ത്യയിൽ ആദ്യമായി നോട്ട് നിരോധനം വരുന്നത് 1946 ജനുവരിയിലാണ്. അന്ന് 500, 1000, 10,000 രൂപ നോട്ടുകൾ നിരോധിച്ചു. പിന്നീട് 1954 ഹൈ ഡിനോമിനേഷനിലുള്ള 1000, 5000, 10,000 രൂപ നോട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. രണ്ടാമതായി ഡിമോണിറ്റൈസേഷൻ വരുന്നത് 1978 ജനുവരിയിലാണ്. അന്ന് 1954 കൊണ്ടുവന്ന 1000, 5000, 10,000 രൂപ നോട്ടുകൾ പിൻവലിച്ചു. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 5000, 10,000 രൂപ നോട്ടുകൾ പിൻവലിച്ച വർഷമല്ലേ? അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ 1978 ആണ്. അടുത്തതായി വന്ന ഡിമോണിറ്റൈസേഷൻ ആണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചത്. 2016 നവംബർ 8 അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന മഹാത്മാഗാന്ധി സീരീസിലെ 500, 1000 രൂപ നോട്ടുകൾ നിരോധിച്ചു. 2016 ഡിമോണിറ്റൈസേഷന് ശേഷം ഗവൺമെന്റ് പുതിയ 2000 രൂപ നോട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ അതിന്റെ ലീഗൽ ടെൻഡർ സ്റ്റാറ്റസ് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിലും സെപ്റ്റംബർ 30, 2023 മുതൽ സർക്കുലേഷനിൽ നിന്ന് 2000 രൂപ നോട്ടുകൾ പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമല്ല, ചോദ്യങ്ങളാണ്. 2000 രൂപ നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ഏത് ആക്ടിന്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് നോട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ.